ടോപ്പ് ട്യൂഷൻ്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഫോർമുല ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? ഫോർമുല എന്ന് പറയുന്നത് an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ്. അതിൽ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, ആൻഡ് an എന്ന് പറയുന്നത് nth ടേം ആണ്. അപ്പം നമ്മൾ ഈ ഒരു ജനറൽ ഫോർമുല എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണത് എന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. 5, 8, 11, 14, 17 എന്ന് പറയുന്ന ഒരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന്ന് നമ്മൾ ഈ ഇക്വേഷൻ ഈ ഒരു ഫോർമുലയിൽ പഠിച്ച പോലെ എയും ഡിയും ഒരു nth ടേം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് ഈ 8 മൈനസ് 5 ആണ്. അപ്പോൾ 8 മൈനസ് 5 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു 10th ടേം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഈ ഒരു സീക്വൻസിൻ്റെ. അപ്പം a10 ഈക്വൽ ടു a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയും ഡിൻ്റെ വാല്യൂസ് ഒക്കെ അറിയാം. അപ്പോൾ എ എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ 5 പ്ലസ് 27 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ 32, അതായത് ഈ സീക്വൻസിൻ്റെ 10th ടേം എന്ന് പറയുന്നത് എന്താണ്? 32 ആണ് എന്ന് കിട്ടി. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ n ടേംസിൻ്റെ സമ്മ് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഈ പറയുന്ന Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്. ഇതിൽ Sn എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് Sn. ഇനി a എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 3, 5, 7, 9, 11 ഇതൊരു സീക്വൻസ് ആണ്. നമ്മൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇതിൽ a എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. അതായത് 5 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് 2 കിട്ടും. ഓക്കെ, ഇനി n എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5 എന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ പറഞ്ഞ എല്ലാ വാല്യൂസും ഈ ഫോർമുലയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യത്തെ 5 നമ്പറിൻ്റെ അതായത് 5 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ S5 അതായത് സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽസ് ടു എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? 5 തന്നെയായിരിക്കും. 5/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്, പ്ലസ് 5 മൈനസ് 1 അതായത് n മൈനസ് 1 ആണല്ലോ. അപ്പോൾ 5 മൈനസ് 1 ഇൻറ്റു 2 എന്ന് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 3 ഇൻറ്റു 2 6 ആണ്. 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ 5/2 ഇൻറ്റു 6 പ്ലസ് 8 എന്ന് കിട്ടി. ഇനി 6 പ്ലസ് 8 എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 5/2 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ 7 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 35 എന്ന് കിട്ടി. അതായത് സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 35 എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഒരു സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അതിൽ n ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ ഇതാണ് ഒരു നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 5, 15, 25, 105 ഇതാണ് സീക്വൻസ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 5 ആണ്. കോമൺ ഡിഫറൻസ് 15 മൈനസ് 5 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഈ 105 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ പറഞ്ഞ പ്രകാരം നമുക്ക് ലാസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി,
കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ n ഈക്വൽ ടു ലാസ്റ്റ് ടേം 105 മൈനസ് ഫസ്റ്റ് ടേം 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 10 പ്ലസ് 1 ചെയ്തു. അപ്പം 105 മൈനസ് 5 എന്ന് പറയുമ്പോൾ 100 ഡിവൈഡ് ബൈ 10 പ്ലസ് 1. അപ്പം അങ്ങനെ വരുമ്പോൾ 10 പ്ലസ് 1 ഈക്വൽ ടു എത്ര വരിക? നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് സീക്വൻസ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, ഈ 3 കാര്യങ്ങളാണ് അറിയുക എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സം ഓഫ് n ടേംസ് കാണാനായിട്ട് പറ്റുക? അപ്പോൾ സം ഓഫ് n ടേംസ് കാണാനായിട്ട് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് മാത്രം സം ഓഫ് n ടേംസ് കാണാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല Sn ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് l. ഓക്കെ, അപ്പോൾ ഇതിൽ Sn എന്ന് പറയുന്നത് സം ഓഫ് ദ ടേംസ് ആണ്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ദെൻ l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും, ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസും ആണ്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. 3, 6, 9 അങ്ങനെ 30 വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നത് 3 ആണ്, ലാസ്റ്റ് ടേം അതായത് l എന്ന് പറയുന്നത് 30, ദെൻ n ഈക്വൽ ടു എന്താണ് 10 ആണ്. അതായത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 10 ടേമുകളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ S10 ഈക്വൽ ടു 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം 3 പ്ലസ് ലാസ്റ്റ് ടേം 30. അങ്ങനെ വരുമ്പോൾ 10/2 5 ഇൻറ്റു 30 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 33. അപ്പോൾ 5 ഇൻറ്റു 33 എന്ന് പറയുമ്പോൾ 165. അതായത് ഈ സീക്വൻസിലെ 10 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 165 എന്നാണ്. ഇനി ലാസ്റ്റ് കൺസെപ്റ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ n ടേംസിൻ്റെ സം അറിയാം, അതുപോലെ തന്നെ n-1 ടേംസിൻ്റെ സമ്മും അറിയാം. ഈ 2 ഡാറ്റ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ nth ടേം കണ്ടുപിടിക്കാൻ പറ്റും ഒരു സീരീസിൻ്റെ? അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് Sn ഈക്വൽ ടു Sn-1 പ്ലസ് an എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ Sn എന്ന് പറയുന്നത് സം ഓഫ് n ടേംസും Sn-1 എന്ന് പറയുന്നത് സം ഓഫ് n-1 ടേംസ് ആണ്. ദെൻ an എന്ന് പറയുന്നത് നമുക്കറിയാം nth ടേം ആണ്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അതായത് നമുക്ക് സം ഓഫ് n ടേംസ് 180 എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സം ഓഫ് n-1 ടേംസ് എന്ന് പറയുന്നത് 125 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ an ഈക്വൽ ടു Sn മൈനസ് Sn-1 എന്ന് നമ്മൾ ഈ ഫോർമുലിനെ ഒന്ന് തിരിച്ചെഴുതി. അതായത് നമുക്ക് Sn തന്നിട്ടുണ്ട്, Sn-1 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? nth ടേം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി? Sn-1 ഈക്വൽ ടു an എന്നായി. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? Sn അറിയാം 180 ആണ്, മൈനസ് Sn-1 എന്ന് പറയുമ്പോൾ 125 ഈക്വൽ ടു 55. അപ്പോൾ നമ്മുടെ an അതായത് nth ടേം എന്ന് പറയുന്നത് എന്താണ്? 55 എന്ന് കിട്ടി. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.